എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആന്ധ്ര ഒഡീഷ ബോർഡറിലേക്കാണ് കേട്ടോ. ആന്ധ്ര ഒഡീഷ ബോർഡറിൽ നമ്മളൊരു ഓഫ് റോഡിങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വൈസാഗ് ഓഫ് റോഡ് ജീപ്പേഴ്സിൻ്റെ കൂടെ കേട്ടോ. അതിൻ്റെ കാഴ്ചകളാണ്. ഏത് നാട്ടിൽ പോയാലും എനിക്ക് വണ്ടി പ്രാന്തന്മാർ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടുപെട്ടാനുള്ളൊരു എന്താ പറയുക, ഒരു അവസരം കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ വൈസാഗിലുള്ള എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റിയൊരു അവസരമായിരുന്നു ഇത്. ഒരുവിധം എല്ലാ വെറൈറ്റി വണ്ടികളും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ് ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്തത്. അന്നത്തെ രാത്രിയിലെ പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ കുറച്ച് റൈഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മീറ്റപ്പ് പോലെ തന്നെ. നൈറ്റ് നമ്മൾ എന്തായാലും അടിച്ചു പൊളിച്ച് രാവിലെയാണ് ബാക്കി പരിപാടീസൊക്കെ ഉള്ളത്. അപ്പോൾ കാണാമല്ലോ, അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒന്നും രക്ഷയില്ല. എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. അത് അടിപൊളി ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ സീലേരു എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നൈറ്റ് ഞങ്ങൾ ഗ്രിൽ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, പിന്നെ പാട്ടൊക്കെ പാടി ഞാൻ എല്ലാവരെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ ആ സമയമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ തീയൊക്കെ കൂട്ടിയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കൂടി കൂടുന്ന ഒരു വൈബ്, ആ ഒരു വൈബ്, സെയിം വൈബ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എന്തായാലും കൊള്ളാം, ടീം കൊള്ളായിരുന്നു കേട്ടോ. രാവിലെ ടെൻറ്റിൽ നിന്ന് എണീറ്റുള്ള കാഴ്ചകൾ കേട്ടോ. ഒന്നും പറയാനില്ല. രാവിലെ എണീക്കുമ്പോഴാണ് നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടായ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി മനസ്സിലായത്. അങ്ങനെ എല്ലാവരെയും വിളിച്ചെണീറ്റ് നമ്മളിതാ രാവിലെ തന്നെ ഒരു റൈഡ് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അടുത്ത് തന്നെ ഒരു പുഴ പോലത്തെ സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് എല്ലാവർക്കും ഫ്രഷ് ആകാം. അതിനുശേഷം ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ അടുത്ത് പോകണം. അതുപോലെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. പവർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. അങ്ങനെ പല പ്ലാനുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കൂടെ താറുണ്ടായിരുന്നു, അതുപോലെ സ്കോർപ്പിയോ ഉണ്ടായിരുന്നു, ഗൂർക്കി ഉണ്ടായിരുന്നു, എൻ്റെ ബൊലേറോ ഉണ്ട്. അങ്ങനെ പല പല വണ്ടികളുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് വണ്ടികളാണ് എല്ലാം കേട്ടോ. എല്ലാം 4x4 ആണ്. ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ അതുപോലെ ഇഷ്ടംപോലെ പശുക്കളുണ്ടാവും. അതിപ്പോൾ നമ്മൾ നാട് വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതേ ഒരു അവസ്ഥയാണ് കേട്ടോ. വേണമെങ്കിൽ നമ്മൾ സൈഡിലേക്ക് കൂടെ എടുത്തിട്ട് പോകണം, അതാണ് അവസ്ഥ. ഇതാണ് കൂട്ടത്തിൽ ഏജ് കൂടിയ ആളും ഏജ് കൂടിയ വാഹനം കേട്ടോ. ഈ വാഹനം അത്യാവശ്യം നല്ലോണം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ സ്കോർപ്പിയോ ഉണ്ട്, സ്കോർപ്പിയോ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 4 വീൽ ഡ്രൈവാണ് കേട്ടോ. ഇതാ ഫോർച്യൂണർ കാണാം നമുക്ക്, പുതിയ മോഡൽ. അങ്ങനെ ഒരുവിധം എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടി ഉണ്ടെന്ന് പറയാം. ഗൂർക്കയുണ്ട്, അവന് ഒരുവിധം ഓഫ് റൈഡേഴ്സിൽ എല്ലാ വണ്ടികളും ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഇത് വേറൊരു സ്കോർപ്പിയോ ആണ്, കളർ ചേഞ്ച്. ഗൂർക്കയുണ്ട്. അതിന് മുന്നിൽ നമ്മുടെ വണ്ടിയുണ്ട്. ഓക്കെ, അതിന് മുന്നേ വേറൊരു താറുണ്ട്. അങ്ങനെ 1 by 1 ആയിട്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പുഴ സൈഡിലെത്തി കേട്ടോ. ഇവിടുന്നാണ് നമുക്ക് ഫ്രഷ് ആകാനുള്ള ഒരു സ്ഥലമായിട്ട് കണ്ടെത്തിയത്. ഇവിടുന്ന് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം അടുത്ത ലൊക്കേഷൻ പിടിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ നിരത്തി ഇട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. വണ്ടികളൊക്കെ കാണാൻ ഒരു പ്രത്യേക വണ്ടിയാണ്. ഒരു വണ്ടി പ്രാന്തം എന്ന നിലയ്ക്ക് ഇങ്ങനത്തെ സീനൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടികളിങ്ങനെ നിരത്തിയിട്ട് കാണാൻ. അവിടെ നല്ല പനങ്ങൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അത് കുറച്ച് കാലം ട്രൈ ചെയ്തു. നമ്മൾ നാട്ടിൽ നല്ല തെങ്ങിൻ്റെ കള്ളൊക്കെ കുടിച്ച് വളർന്നുകൊണ്ട് രണ്ടും ടേസ്റ്റ് സെയിം തന്നെ. ഞാനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളായിരുന്നു.
ഇനി നമ്മൾ നേരെ പോകുന്നത് ആ പവർ പ്ലാന്റ് ലക്ഷ്യമാക്കിയിട്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. പോകുന്ന വഴിയിലൊരു ചെറിയൊരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ടൗൺ എന്ന് പറയാം, ടൗണൊന്നുമില്ല, ചെറിയൊരു ഒരു സെറ്റപ്പാണ് കേട്ടോ, ചെറിയൊരു ജംഗ്ഷൻ. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ ലക്ഷ്യമാക്കിയിട്ടുള്ള പോക്കാം കേട്ടോ. അവിടെ നിന്ന് എന്തായാലും നല്ല ടിഫിൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പോയി നോക്കാം. ഇവിടെ കണ്ടൊരു ജീപ്പാട്ടോ. എന്താ ഇതിൻ്റെ കോലം നോക്കി. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഓടാൻ പറ്റുമോ? ഒരവസ്ഥകളെ. സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയ ചെറിയ മാർക്കറ്റുകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ മെയിൻലി വീക്കിലി ഒരു ദിവസം മാത്രമാണ് ഈ ചന്തകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അന്ന് ചെറിയ ചെറിയ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാൻ എല്ലാവരും വീക്കിലി പോയി കാട്ടിയിട്ട് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഒരുവിധം എല്ലാ സ്ഥലത്തും സൺഡേ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പവർ പ്ലാന്റ് കേട്ടോ. ഇത് സീലേരു, അപ്പർ സീലേരു എന്ന് പറയും കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഒരു പവർ പ്ലാന്റിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എവിടെ നിന്നാണ് വെള്ളം വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ 1 by 1 ഓരോ ഡാമുകളിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ എന്ന് പറയുന്നത്. సీ లెవెల్ నుంచి హైట్ ఇది. ఈ జోలాపూర్ డ్యామ్ తర్వాత మాచికండ వచ్చేసరికి మాచికండ మనకి ఏపీ జన్కో ఉంది, ఒడిస్సా ఉంది. ఆంధ్రాకి ఒడిస్సాకి డిస్ట్రిబ్యూషన్ ఇదంతా. ఈ రెండింటిలో సగం సగం చేసుకున్నారు సార్. ఒడిస్సాకి సగం, మన ఆంధ్రాకి సగం. ఇక్కడ నుంచి వాటర్ మాచికండలో యూటిలైజ్ అవుతుంది. మాచికండ 1800 ఫీట్స్ అనేది. మాచికండ తర్వాత బల్లిమల్ల డ్యామ్ ఒకటి ఉంది. ఇది పూర్తిగా ఒడిస్సానే. ఇంకా బల్లిమల్ల డ్యామ్ తర్వాత డైరెక్ట్గా అప్పర్ సీలేరు. నిన్న డ్యామ్ మీద ఉన్నారు కదా, ఆ డ్యామ్ యొక్క ఫీట్ 1037 ఫీట్స్ అది సీ లెవెల్ నుంచి. అప్పర్ సీలేరు మొత్తం 4 స్టేజెస్ సార్. 60 60 60 60 240 మెగావాట్స్. അതിനുശേഷം ഇതിനകത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ നമ്മളൊന്ന് താഴോട്ടൊക്കെ ഇറങ്ങിട്ടോ. നമുക്ക് ഇതിനുള്ളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഓൾറെഡി പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സംഭവം ഇതൊക്കെ എന്താണിങ്ങനെ ചിന്തിച്ച് കേട്ടോ. ഒട്ടും രക്ഷയില്ലാത്ത സാധനങ്ങൾ ഇതിനകത്ത്. ഇത് വാട്ടറിൻ്റെ ഫോഴ്സ് കൊണ്ട് കറങ്ങുന്ന ഓരോ സാധനങ്ങൾ കേട്ടോ. എനിക്കിതിനെ പറ്റി മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും വലിയ അറിവൊന്നുമില്ല. എന്തായാലും ഇതൊരു സംഭവമാണ് പവർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. കാരണം അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അതിൻ്റെ കൊണ്ട് ഭയങ്കര നോയ്സാണ്. നമുക്ക് എന്താ പറയുക, അതിനുള്ളിൽ വർത്താനം പറഞ്ഞാൽ പോലും കേൾക്കില്ല, അതുപോലെ ഒച്ചയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകാം കേട്ടോ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് പോകുന്ന വഴിക്ക് വല്ല ഓഫ് റോഡിങ് ട്രാക്കും കിട്ടുമോ നോക്കണം. അതാണ് മെയിനായിട്ടുള്ള സാധനം കേട്ടോ. അത്രയും പഴക്കമുള്ളതാണ്, വളരെ പഴയ കാലത്തെ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ 1 by 1 ആയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഗേറ്റ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ അടുത്തൊരു ഓഫ് റോഡിങ് ട്രാക്ക് പഠിക്കണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഒടുവിൽ നമുക്കിതാ മുന്നോട്ട് നീങ്ങിയ സമയത്തൊരു ചെറിയൊരു പുഴ കിട്ടി കേട്ടോ. പുഴ, തോട്, എന്ത് വേണം പറയാം. അത്യാവശ്യം വെള്ളം കുറച്ചുണ്ട്, എന്നാലും അത്യാവശ്യം വഴി ഉണ്ടായില്ല വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈ എന്ന നിലയ്ക്ക് താറാണ് ഫസ്റ്റ് ഇറക്കുന്നത്. എൻ്റെ വണ്ടി മുകളിലല്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വീഡിയോ പിടിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് താറൊന്ന് ഇറക്കി. താറ് കുഴപ്പമുണ്ടായില്ല. എന്തായാലും താറ് പോകുന്ന വഴി നോക്കാം നമുക്ക്. ചെറുതായിട്ട് അടിയൊക്കെ തട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും താറെന്തായാലും കുഴപ്പമൊന്നുമില്ല, കയറിപ്പോവും. പോയ വഴി തന്നെ താറ് തിരിച്ചു വന്ന് എടുത്ത് നോക്കി കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും തട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ വേറെ അഡീഷണലായിട്ട് നമ്മൾ ലിഫ്റ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വണ്ടിക്ക് ഉണ്ടായിരുന്നു, തട്ടുന്നുണ്ടായിരുന്നു. എന്നാലും പവർ കൊണ്ടൊന്നും വേറെ ഡ്രോബാക്ക് ഒന്നുമില്ല കേട്ടോ. തല സുന്ദരമായിട്ട് കയറി പോകുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ല, സെറ്റാണ്. അടുത്തതാ നമ്മളെ സ്വന്തം വണ്ടി ഇറക്കാനുള്ള പരിപാടിയില്ല കേട്ടോ.
ബൊലേറോയ്ക്ക് ഇതൊന്നൊരു വിഷയമല്ല. എന്തായാലും അടി തട്ടില്ല എന്നുള്ള കാര്യത്തിനൊക്കെ 100% ഉറപ്പുണ്ട്. എന്തായാലും നമുക്ക് ബൊലേറോ ഒന്നിറക്കി വെക്കാം. അങ്ങനെ യാതൊരു പരിക്കുകളും ഇല്ലാതെ അടി വരുന്ന എവിടെയും തട്ടിയിട്ട് അറിയില്ല കേട്ടോ. വളരെ കൂളായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രശ്നമില്ല. ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് കുറച്ച് ഒഴുക്കുള്ളൂ. ബാക്കിയുള്ള ഏരിയ ഒന്നും കുഴപ്പമില്ല. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ ഫുള്ള് മണലാണ് കേട്ടോ. സാൻഡ് ആയതുകൊണ്ട് 4 വീലർ ഡ്രൈവിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ ക്രോസ് ചെയ്തതിന് ശേഷം അപ്പുറത്തൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ എല്ലാ വണ്ടിയും നമ്മൾ അങ്ങോട്ട് എടുക്കുക കേട്ടോ. താറിതാ പിന്നെയും തിരിച്ചങ്ങോട്ട് തന്നെ എടുക്കുകയാണ്. അപ്പോൾ താറ് പോയതിന് ശേഷം ബാക്കിയുള്ള വണ്ടികളും കൂടി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. എല്ലാ വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഗൂർക്ക കൊണ്ടുപോകും, താറ് കൊണ്ടുപോകും, സ്കോർപ്പിയോ കൊണ്ടുപോകും, എല്ലാ വണ്ടിയും കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ ലിസ്റ്റിൽ അടുത്ത വണ്ടിയും താറ് തന്നെയാണ് കേട്ടോ. ഇതാണ് അടുത്ത താറ്. അടുത്ത താറെന്ന് വെച്ചാൽ കുറച്ച് മോഡിഫൈഡാണ്. എല്ലാം അലോയ്സ് കയറ്റിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ലിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മളിതാ ഗൂർക്കയാണ് കേട്ടോ ഇറക്കാൻ പോകുന്നത്. ഓരോ വണ്ടി ഓരോ ബ്രാൻഡ് തമ്മിലുള്ള ഒരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വണ്ടിയും നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ. സുധീർ ബ്രോൻ്റെ 4x4 ഗൂർക്കയാണ്. അപ്പോൾ ഗൂർക്കയിലാണ് അടുത്ത ക്രോസിങ്. ഗൂർക്ക അടിപൊളി പെർഫോമൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ആകെയുള്ളത് വെച്ചാൽ ഇതിൻ്റെ ലോവറാകുമ്പോൾ ഭയങ്കര താഴെയാണ്. അപ്പോൾ അത് ടച്ച് ചെയ്യുന്നുണ്ട് ഓഫ് റോഡിങ്ങിൽ. ആ ഒരൊറ്റൊരു ഫോൾട്ടാണ് കണ്ടത്. ബാക്കി ലുക്കിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഗൂർക്ക അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ഓടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ കുളിക്കാനും ഫുഡ് പ്രിപ്പയർ ചെയ്യാനെല്ലാം കൂടിയിട്ട് കണ്ടെത്തിയ സ്ഥലത്തേക്കുള്ള പോക്കാട്ടോ. ഞങ്ങൾ 2-3 വണ്ടി മാത്രമേ ഇങ്ങോട്ട് എടുത്തുള്ളൂ. ബാക്കി എല്ലാവരും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു വേറെ റൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റൂട്ട് എന്ന് വെച്ചാൽ ഇത് നേരെ പുഴയിലൂടെയാണ് വരുന്നത്, മറ്റേന്ന് വെച്ചാൽ കരയിലൂടെയാണ് വരുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്തായാലും നമ്മൾ പുഴയിൽ കൂടി തന്നെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അടുത്തത് താറാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. താറിൻ്റെ വരവ് കാണാൻ ഒരു 1.5 രസമായിരുന്നു കേട്ടോ. വലിയ ടയറൊക്കെ ആയതുകൊണ്ട് ഒരു ആക്ഷനും ആ ഒരു ആക്ഷൻ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുഡ് നമ്മൾ ഉണ്ടാക്കിയ വെച്ചാൽ ഗീ റൈസും അതുപോലെ തന്നെ മട്ടനാണ് കേട്ടോ. മട്ടൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചെറിയ ഓരോ പെഗ് അടിക്കുന്നുണ്ട്. അടുത്ത ഇതാ നമ്മൾ ഗൂർക്ക കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെള്ളവും കാര്യങ്ങളൊക്കെ. അതൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് ഗൂർക്ക. അപ്പോൾ ഗൂർക്കയാണ് 3ാമത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 വണ്ടിയാണ് ഇങ്ങോട്ട് എടുത്തത് കേട്ടോ പുഴയിലെ കൂടെ. ബാക്കിയുള്ള വണ്ടികളൊക്കെ അപ്പുറത്ത് സാൻഡിൽ വെച്ചിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ തന്നെ കുളിക്കണമെങ്കിൽ നമുക്ക് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാട്ടിലേക്കുള്ള വരുന്ന നദിയാണ്, അതുകൊണ്ട് തന്നെ പിന്നെ കച്ചറൊന്നുമില്ല, ഒഴുകുന്ന നല്ല വെള്ളമാണ് കേട്ടോ. കാട്ടിലെ വെള്ളമാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് കുളിക്കാൻ തീരുമാനിച്ച് ഇവിടുന്ന് കുളിയൊക്കെ നടത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത വെള്ളം. എന്താ അവൻ്റെ ഒരു കെട്ടപ്പ് നോക്കി, എന്ത് രസമാണ് കാണാൻ. ആഹാ, പൊളി പൊളി. കുളി കഴിഞ്ഞതിന് ശേഷം നേരെ ഇതാ ഫുഡൊക്കെ കഴിച്ച്. അത് ഞങ്ങൾ കുളിക്കുമ്പോഴത്തേനെ ഒരുവിധം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാനും ബത്തിരി ബ്രോയാണ് കഴിച്ചത്. ബാക്കി എല്ലാവരും ഓൾറെഡി കഴിച്ചിട്ടായിരുന്നു.
ഇതാ ഇവിടെയാണ് ബാക്കിയുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്തത് കേട്ടോ. ഇതൊരു സാൻഡിൽ കൂടിയാണ് വന്നത്. നമ്മൾ നേരെ അപ്പുറത്തെ പുഴയിൽ കൂടെ വന്നിട്ട് 3 വണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. 3 ബ്രാൻഡ് 3 സാധനങ്ങൾ. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞതാ നമ്മൾ തിരിച്ച് പോവാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മളിതാ ഈ പുഴയിലെ കൂടെ തന്നെയാണ് നമുക്ക് തിരിച്ച് പോകേണ്ടത് കേട്ടോ. കുറച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വന്ന റിവർ, ഇതാണ് നേരത്തെ വന്ന റിവർ, അതൊന്ന് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തിട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ക്രോസ് ചെയ്യുന്ന ഒരു വീഡിയോ കൊണ്ട് നോക്കാം. അങ്ങനെ പുഴയിൽ ഇതാ ക്രോസ് ചെയ്ത് നമ്മൾ കയറി പോവാട്ടോ. ഇത് കയറിപ്പോയി നേരെ മെയിൻ റോഡിൽ സൈഡാക്കിയിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാൻ കേട്ടോ. അതിനിടയ്ക്ക് ലോക്കൽ നാട്ടുകാരൊക്കെ വന്നിട്ട് കുറച്ച് പൈസ ഒക്കെ ചോദിക്കാൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, സ്വാഭാവികം. അപ്പോൾ അവർ ബാക്കിയുള്ളവർ അതൊക്കെ ഡീൽ ചെയ്തു. ഞാൻ എന്തായാലും മാറി നിന്ന്, കാരണം നമുക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ എല്ലാവരും കൂടി ഒന്ന് ഒരു മീറ്റിംഗ് പോയിന്റിൽ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ബൈ പറയും കേട്ടോ. എല്ലാവരും ഓരോ വഴിക്ക് പോവാണ്. ഇവിടുന്ന് നമ്മൾ യാത്രയപ്പൊക്കെ പറഞ്ഞ് എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞു കേട്ടോ. വിശാഖപട്ടണത്തേക്കുള്ള മടക്കയാത്രയാണ് നമ്മുടെ പവൻ ബ്രോനെ കണ്ടത്. അവൾ നമ്മൾ പ്രയാഗ്രാജിലേക്ക് നമ്മൾ ഒന്നിച്ചുണ്ടായത് കേട്ടോ ട്രെയിൻ യാത്രയിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.